ചായയും ബിസ്ക്കറ്റേ സ്ട്രെസ് റിലീഫിന് നല്ലതാണ്. സ്ട്രെസ് റിലീഫിന് നല്ലതാണ്, പക്ഷെ നമ്മുടെ ഫെർട്ടിലിറ്റിക്ക് അത് നല്ലതല്ല. പിന്നെ എന്തൊക്കെയാണ് നല്ലത്? നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സ്പേമും ഫ്യൂസ് ചെയ്താൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോ ഫോം ചെയ്യൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ക്വാളിറ്റിയുള്ള എഗ്ഗ് ഫോം ചെയ്യുക എന്നുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് മുട്ട, അതുപോലെ മീൻ, പൾസസ് ഐറ്റംസ്, ചിക്കൻ, ഇതൊക്കെ പ്രോട്ടീൻ കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നല്ല ക്വാളിറ്റി ഉള്ള എഗ്ഗും സ്പേമും ഫോം ചെയ്താൽ മാത്രമേ നല്ല ഭ്രൂണം ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. സ്പേമിൻ്റെ ക്വാണ്ടിറ്റി കൂടാനും അതുപോലെ അതിൻ്റെ ക്വാളിറ്റി കൂടാനുമുള്ള ഫുഡ് ഐറ്റംസും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതായത് നട്ട്സ് ഐറ്റംസ്, അതുപോലെ വെജിറ്റബിൾസ്, അതൊക്കെ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലേ? ചായയും ബിസ്ക്കറ്റും നല്ലതല്ല. ചായയും ബിസ്ക്കറ്റും മതി. ഓക്കെ.